മഹാനായ ഇബ്നു അബീ ശുറൈഹ്, ലോകം കണ്ട പ്രഗത്ഭനായ ഫഖീഹും പണ്ഡിതനുമായ ഇബ്നു അബീ ശുറൈഹ് തങ്ങൾ വഴിയിലൂടെ നടക്കുമ്പോൾ ഒരു മനുഷ്യൻ മലമുകളിൽ നിന്ന് ഇറങ്ങി വന്നു. ഒരു ബദുവായ, വലിയ സംസ്കാരമൊന്നുമില്ലാത്ത ഒരാൾ. അയാളൊരു വിഷയം പറഞ്ഞു. വലിൽ ആഹിരി അൽ ഹജർ, ആരുടേതാണോ, ആരുടെ ഭാര്യയാണോ പ്രസവിക്കുന്നത്, ആ പ്രസവിക്കുന്ന കുഞ്ഞ് അവളുടെ ഭർത്താവിൻ്റെ കുഞ്ഞു തന്നെയാണ്. DNA ചെയ്താൽ അത് ആയിക്കൊള്ളണമെന്നില്ല. പക്ഷേ അൽ വലദുലിൽ ഫിറാഷ്, ആ പെണ്ണിൻ്റെ കൂടെ കിടക്കാനുള്ള ഹലാലായ അവകാശം ആർക്കാണോ അള്ളാഹു നൽകിയത്, അയാളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ ജനിക്കുന്ന കുഞ്ഞിൻ്റെ പിതൃത്വം ആ പെണ്ണിൻ്റെ ഭർത്താവിനാണ് ശറഇൽ. എന്നിട്ട് പറഞ്ഞു വലിൽ ആഹിരി അൽ ഹജർ, ആരാണോ വ്യഭിചാരം ചെയ്തത് അയാൾക്ക് കല്ലാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊല്ലപ്പെടുന്ന, ശിക്ഷ നൽകപ്പെടുന്ന ആൾക്ക് അത് നൽകപ്പെടും. അവനായിരിക്കാം ബയോളജിക്കലി ഈ കുഞ്ഞിൻ്റെ ഉപ്പ. പക്ഷേ വിവാഹിതയായൊരു പെണ്ണ് തൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കെ തൻ്റെ ഭർത്താവിൽ നിന്നല്ലാതെ ഗർഭം ധരിച്ച് ഹറാമ് സംഭവിച്ചു പോയാൽ പോലും ആ കുഞ്ഞിൻ്റെ പിതൃത്വം അവളുടെ ഭർത്താവിന് തന്നെയാണ്. ഇതാണ് ശറഇന്റെ നിയമം. അതുകൊണ്ടാണ് അൽ വലദുൽ ഫിറാഷ്, ആരുടേതാണോ വിരിപ്പ് അവരുടേതാണ് കുട്ടി. പക്ഷേ ആ വിരിപ്പിൽ വ്യഭിചാരം ചെയ്ത ആൾ ആരോ, വലിൽ ആഹിരി അൽ ഹജർ, എറിഞ്ഞു കൊല്ലപ്പെടേണ്ട ആളാണെങ്കിൽ അയാൾക്ക് ശിക്ഷ നൽകപ്പെടും. പക്ഷെ പിതൃത്വം അയാൾക്കല്ല, ഭർത്താവിനാണ് പിതൃത്വം കൊടുക്കുക. ഈ നിയമം മഹാനായ അല്ലാമ ഇബ്നു അബീ ശുറൈഹ് ഈ കാട്ടർബിയായ മനുഷ്യനോട് പറഞ്ഞു. 6 മാസം ഗർഭം ചുമന്നപ്പോഴേക്കും എൻ്റെ പെണ്ണ് പ്രസവിച്ചു, അതെൻ്റെ കുട്ടിയാണോ എന്ന് സംശയം ചോദിച്ചപ്പോൾ ഹുവ വലദുക്, മഹാന്റെ മറുപടി ഇത് നിന്റെ കുട്ടി തന്നെയാണ്. അങ്ങനെ ശറഅ് തീരുമാനിക്കും, നിന്റെ കുട്ടിയാണ്, അത് നിന്റെ കുട്ടിയാണ്. സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചത് എന്നിരിക്കെ തന്നെ ഒരു കുടുംബത്തിൻ്റെ അന്തസ്സ് സൂക്ഷിക്കാനും സമൂഹത്തിൽ പ്രശ്നങ്ങളില്ലാതെയാക്കാനും ആ കുട്ടിക്കൊരു പിതൃത്വവും സംരക്ഷണവും ലഭിക്കാനും ശറഅ് ചെയ്യുന്ന ഏറ്റവും വലിയ അത്ഭുതമാണിത്. കുഞ്ഞ് ഭാര്യയുടെ ഭർത്താവിൻ്റേതു തന്നെയാണ്. പക്ഷേ ആരാണോ വ്യഭിചരിച്ചത് അവന് കല്ലാണ്. വലിൽ ആഹിരി അൽ ഹജർ എന്ന ഹദീസ് വെച്ചുകൊണ്ടാണ് മഹാനായ അല്ലാമ ഇബ്നു അബീ ശുറൈഹ് തങ്ങൾ മസ്അല പറഞ്ഞു കൊടുക്കുന്നത്. ഖാല റസൂലുള്ളാഹ്, മഹാൻ ഹദീസ് ഓതി, അൽ വലദു ലിൽ ഫിറാഷ് വലിൽ ആഹിരി അൽ ഹജർ. ഇത് പറഞ്ഞപ്പോ അയാൾ വീണ്ടും ചോദിച്ചു, ഇതിപ്പോ എങ്ങനെ എൻ്റെ കുട്ടിയല്ലല്ലോ, ഇതെൻ്റെ കുഞ്ഞല്ലല്ലോ എന്ന് വീണ്ടും ചോദിച്ചു. സുബ്ഹാനല്ലാഹ്. ഒരു സംഭവം നമ്മൾ മുമ്പ് പല ക്ലാസ്സിൽ എവിടെയോ അനുസ്മരിച്ചിട്ടുണ്ട്. എന്നാലും ആ സന്ദർഭം വന്നതുകൊണ്ട് ഞാൻ ഇന്ന് ഓർത്തു പോവുകയാണ്. ഡമസ്കസിൽ, ഷാമിൽ അടുത്ത കാലത്ത് നടന്ന സംഭവം. മഹാനായ ദക്തൂർ നാബുലുസി അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ അദ്ദേഹം തുറന്നു പറഞ്ഞൊരു സംഭവം, അദ്ദേഹത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞിട്ട് ഡമസ്കസിലെ ഒരു ജാമിഅ ദിമഷ്കിലെ ഇമാമിന് ഒരു സ്വപ്നദർശനമുണ്ടാകുന്ന പുണ്യ ഹബീബിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ സ്വപ്നദർശനം? ബശ്ശിർ അഖാക്കൽ ബഖാല ബിൽ ജന്ന, നിന്റെ അയൽവക്കത്ത് പലചരക്ക് കച്ചവടം നടത്തുന്ന ആൾക്ക് സ്വർഗമുണ്ട് എന്ന് നിങ്ങൾ സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കണേ. ആർക്ക് കിട്ടിയ സ്വപ്നം? ജാമിഅ ദിമഷ്കിലെ പള്ളിയിലെ, ജുമുഅത്ത് പള്ളിയിലെ ഇമാമിന്, ഏറ്റവും വലിയ പള്ളി, ഈസാ നബി അലൈഹിസ്സലാം ഖിയാമത്ത് നാളിൻ്റെ മുമ്പ് ഇറങ്ങി വരുന്ന പള്ളി എന്ന് നബി തങ്ങൾ പറഞ്ഞത് അവിടെയാണ്, അൽ മസ്ജിദുൽ അമവി. അപ്പോൾ ഇമാമിന് ഭയങ്കര അത്ഭുതമായി. പടച്ചോനെ, എനിക്ക് സ്വർഗം എന്ന് കിട്ടിയില്ല, ആ കച്ചവടക്കാരന് സ്വർഗമുണ്ട് എന്ന് പറയാൻ ആ നബി തങ്ങൾ എന്നോട് പറഞ്ഞു. റബ്ബേ, എന്തോ ഒരു നഷ്ടമായില്ലേ, എനിക്കുണ്ട് എന്ന് നബി തങ്ങൾക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇതെന്താ ചെയ്യും? പക്ഷെ സത്യസന്ധമായ സ്വപ്നമാണ്. അർറുഇയ സ്വാദിഖ ജുസ്ഉം മിനൻ നുബുവ്വ, നുബുവ്വത്തിൻ്റെ കഷ്ണങ്ങളിൽപ്പെട്ട, നുബുവ്വത്തിൻ്റെ അംശങ്ങളിൽപ്പെട്ട ഒരു അംശമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സുബ്ഹി നിസ്കാരത്തിന് ഈ ബക്കാലക്കാരൻ വന്നപ്പോൾ ഇമാം പറഞ്ഞു, എനിക്ക് ഒരു ബുഷ്റ, ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാനുണ്ട്. പക്ഷേ അതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതിന് നിങ്ങൾ സത്യസന്ധമായിട്ട് ഉത്തരം പറഞ്ഞു തരണം. എന്താ വിഷയം ചോദിക്കുന്നു പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ നന്മ എന്തെങ്കിലും ഉണ്ടെങ്കിലെന്ന് പറയണം. പറഞ്ഞു,
നിങ്ങളത് പറഞ്ഞു തരും എന്ന വിശ്വാസത്തിൽ ഞാൻ നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്ന് എന്നോട് പറഞ്ഞു, നിന്റെ അടുത്തുള്ള അയൽപക്കത്ത് ജോലി ചെയ്യുന്ന ആ ഗ്രോസറിക്കാരന്, ബക്കാല നടത്തുന്ന ആൾക്ക് സ്വർഗമുണ്ട് എന്ന് നബി പറഞ്ഞിരിക്കുന്നു. എനിക്ക് സ്വപ്ന ദർശനമുണ്ടായി. അപ്പോൾ ആ ചെറുപ്പക്കാരൻ കരയാൻ തുടങ്ങി. എന്നോട് ചോദിക്കരുത്, നിങ്ങളത് പറഞ്ഞു തരുന്നതിന് ഉറപ്പിലല്ലേ ഞാൻ ഈ സന്തോഷം പറഞ്ഞു തന്നത്, അതുകൊണ്ട് നിങ്ങൾ പറയും. അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഒരു സംഭവം? നമ്മുടെ ഈ പള്ളിയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു പിഞ്ചു പൈതലിൻ്റെ കരച്ചിൽ കേട്ട് നിസ്കാരം കഴിഞ്ഞു പോകുമ്പോൾ ആളുകൾ തടിച്ചുകൂടിയ ഒരു സംഭവം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഓർമ്മയുണ്ട്. എൻ്റെ ഭാര്യ, ഞാൻ അവളെ കല്യാണം കഴിച്ചു. വിവാഹം ചെയ്തപ്പോൾ തന്നെ അവൾ ഗർഭിണിയായിരുന്നു എന്ന് പിന്നീട് എനിക്ക് ബോധ്യപ്പെട്ടു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് 6 മാസമോ 7 മാസമോ കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് പൂർണ്ണ പ്രസവത്തിൻ്റെ സമയമായിരിക്കാൻ. എനിക്കറിയാം, അവൾക്കുമറിയാം അത് എൻ്റെ കുഞ്ഞല്ല എന്ന്. നിയമം എൻ്റെ കൂടെയാണ്, അവളുടെ വീട്ടുകാരും എൻ്റെ കൂടെയാണ്, നാട്ടുകാരും എൻ്റെ കൂടെയാണ്. എനിക്കവളെ തൊലാക്ക് ചൊല്ലി ഒഴിവാക്കാൻ പറ്റുമായിരുന്നു, അവളെ നാണം കെടുത്താൻ പറ്റുമായിരുന്നു, അപമാനിക്കാൻ പറ്റുമായിരുന്നു, അവളുടെ കുടുംബത്തിലേക്ക് തിരിച്ചു പറഞ്ഞയക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല. ഞാൻ അവളോട് പറഞ്ഞു, നീ ചെയ്തു പോയി തെറ്റിന് തൂബി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. നീ തെറ്റ് ചെയ്തു, പക്ഷേ നിനക്ക് ഗർഭധാരണവും ഉണ്ടായി, അള്ളാഹുലേക്ക് തൗബ ചെയ്. അപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു. ഇത് സംഭവിച്ചു പോയി. ഞാനൊരിക്കലും ആ തെറ്റുദ്ദേശിച്ചതല്ല. അള്ളാഹു എനിക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാരക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ പേടിക്കണ്ട, ഈ കുഞ്ഞിനെ ഞാൻ ഏറ്റെടുക്കും എൻ്റെ കുട്ടിയായിട്ട്. പക്ഷെ അതിന് ചെറിയൊരു ഹിക്മത്ത് ചെയ്യേണ്ടി വന്നു. അവൾ പ്രസവിച്ച അന്ന് ഉമ്മയോ വീട്ടുകാരോ അറിയാതെ വേറെ ഒരു വീട്ടിൽ കൊണ്ടുപോയാണ് അവളെ പാർപ്പിച്ചത്. ശറയിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയെ സ്വന്തമായൊരു വീട്ടിൽ പാർപ്പിക്കാൻ പറ്റുന്നവർ സ്വന്തമായി തന്നെ ഒരു വീട്ടിൽ പാർപ്പിക്കണമെന്നുണ്ട്. അൽ ബൈത്തുൽ മുനാസിബ് ഒരു പെണ്ണിന് കൊടുക്കണമെന്ന് കർമ്മശാസ്ത്ര ചർച്ചയുണ്ട്. ആ പെണ്ണിനെ ഒറ്റയ്ക്കാണ് താമസിപ്പിച്ചത്, ഉമ്മൻ്റെ കൂടെയല്ല, വീട്ടുകാരുടെ കൂടെയല്ല. അപ്പോൾ അവൾക്ക് ഈ പ്രസവത്തിൻ്റെ ആ ഒരു വിഷയങ്ങളൊന്നും വീട്ടുകാർ അത്രക്കങ്ങ് ശ്രദ്ധിച്ചില്ല. അവളെ പ്രസവിച്ചപ്പോൾ ആ പിഞ്ചു പൈതലിനെ എടുത്തിട്ട് ഞാൻ സുബഹി നിസ്കാരത്തിന് വന്നു ഈ പള്ളിയിൽ. അപ്പോൾ നിസ്കാരം ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കുക. ഇതേ ഇമാമാണ്, മഅ്മൂമീങ്ങൾ ഒരുപാട് പേരുണ്ട്. ഈ കരയുന്ന പിഞ്ചു പൈതലിനെ ഞാൻ എടുത്തുകൊണ്ട് നിസ്കാരം തുടങ്ങി, സുബഹി നിസ്കാരം ജമാഅത്ത് തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ കുട്ടിയെയും എടുത്തുകൊണ്ടുവന്ന് എൻ്റെ ഭാര്യ പ്രസവിച്ച എൻ്റേതല്ലാത്ത കുട്ടിയെ ഞാൻ കൊണ്ടുവന്നു. എന്നിട്ട് പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിൽ വെച്ചു, മുമ്പിലല്ല, പള്ളിയിലേക്ക് കയറുന്നിടത്ത് മെയിൻ ഡോറിൻ്റെ അടുത്ത് കുട്ടിനെ വെച്ചിട്ട് ഞാൻ അങ്ങ് നിസ്കാരത്തിലേക്ക് ചെന്നു. ഞാൻ മസ്ബൂഖായിട്ട് നിസ്കാരത്തിലേക്ക് ചേർന്നു. നിസ്കാരം അപ്പോഴേക്കും കുറേ ആൾക്കാർ വരുന്നുണ്ട്, ഒരു കുട്ടിയുടെ കിടക്കുന്നുണ്ട്, അത്രേ ശ്രദ്ധിച്ചുള്ളൂ. കരയുന്നുണ്ട്, നിസ്കാരം കഴിയട്ടെ എന്ന് എല്ലാവരും വിചാരിച്ചു. നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എല്ലാവർക്കും അത്ഭുതം, ഇതേത് കുട്ടി, ഈ പിഞ്ചു പൈതൽ എങ്ങനെ പള്ളിയിലെത്തി, ഈ കുഞ്ഞിനെ ആരാണ് ഇവിടെ കൊണ്ടുവന്നത്? അപ്പം അറിയാത്ത പോലെ ഈ ചെറുപ്പക്കാരൻ അഭിനയിച്ചവിടെ നിന്നു, തനിക്കും അറിയില്ല എന്ന പോലെ. അവസാനം ഈ കുട്ടിയെ ഏറ്റെടുക്കാൻ ആരുമില്ലേ? ആരും മിണ്ടുന്നില്ല, ഈ ചെറുപ്പക്കാരെല്ലാവരുടെ മുമ്പിലും. എന്നാൽ നിങ്ങൾ മുഴുവൻ സാക്ഷിയാക്കി, അനാഥമായ ഈ കുട്ടിയെ ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്, എൻ്റെ കുട്ടിയായി ഞാൻ വളർത്തും. തൻ്റെ ഭാര്യ പ്രസവിച്ചതാണെന്ന് നാട്ടുകാരോട് പറഞ്ഞില്ല, ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഇയാളെ ഏറ്റെടുത്ത് കുട്ടിയെ ഞാൻ വളർത്തുകയാണ്. ആ കുഞ്ഞിനെ ഞാൻ ഏറ്റെടുത്തു ഉസ്താദേ, ഇതെൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഒരു നന്മയായിട്ട് എനിക്ക് തോന്നുന്നു, അള്ളാഹു സ്വീകരിച്ചെങ്കിൽ. കാരണം ഒരു പെണ്ണിന് പശ്ചാത്തപിക്കാൻ മനസ്സുണ്ടോ അവൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കണം. ഒരാണിനും തൗബ ചെയ്യാൻ അവസരമുണ്ടോ അതിന് അവസരം കൊടുക്കണം. നാറ്റിക്കല്ല വേണ്ടത്. തൗബ ചെയ്യാൻ അവസരം കൊടുത്തു, അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് അവളെ കൊണ്ടുവന്നു. അവൾ നല്ല സ്വാലിഹത്തായി ജീവിച്ചു. ഈ പിഞ്ചു പൈതലിനെ സ്നേഹത്തോടെ രണ്ടുപേരും വളർത്തി, അവരുടെ മക്കളായിട്ട് വളർത്തി, അവരുടെ കുഞ്ഞായിട്ട് വളർത്തി. ഇതിൻ്റെ പേരിൽ ശഖറല്ലാഹു സഅയ, പുണ്യനബി തങ്ങളുടെ ഇടപെടൽ ഈ ഉമ്മത്തിൽ നടക്കുന്നുണ്ട് എന്നതിൻ്റെ വലിയൊരു അത്ഭുതമാണ് ഈ സംഭവം. അത് ഹബീബായ നിബിതങ്ങളാണ് സന്തോഷവാർത്ത അറിയിക്കാൻ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദക്തൂർ നാബുലുസി അദ്ദേഹത്തിൻ്റെ എഴുത്തിലും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലൊക്കെ ഈ വിഷയം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അൽ വലദു ലിൽ ഫിറാഷ്,
ആരുടേതാണോ, ആരുടെ കസ്റ്റഡിയിലാണോ ഭാര്യയുള്ളത്, ആരാണോ ഭർത്താവ്, ആ പെണ്ണ് പ്രസവിക്കുന്ന കുഞ്ഞ് ഈ ഭർത്താവിൻ്റെ കുഞ്ഞായിരിക്കും. ഭർത്താവിന് ഈ കുഞ്ഞിൻ്റെ വാപ്പയായിരിക്കും അയാൾ. സത്യത്തിൽ DNA ടെസ്റ്റ് ചെയ്താൽ വാപ്പയായിരിക്കില്ല എന്ന് ഉറപ്പാണ്. പക്ഷെ ശറഇന്റെ കാഴ്ചപ്പാടിൽ കുട്ടിയാണ്, വാപ്പയെ അനന്തരമെടുക്കും, ഉമ്മയാണ്, കുട്ടിക്കിത് ഉപ്പയാണ്. അത് ശറഇന്റെ നിയമം അങ്ങനെയാണ്. വലിൽ ആഹിരി അൽ ഹജർ. ഈ ഹദീസ് മഹാനായ അല്ലാമ ഇബ്നു അബീ ശുറൈഹ് എന്നവര് തന്നോട് ചോദ്യം ചോദിച്ച അറാബിയോട് മറുപടി പറഞ്ഞപ്പോ ആ മനുഷ്യനത് സഹിച്ചില്ല. അയാൾ പറഞ്ഞു, അനല അഖൂലു ബിഹാദാ, ഇത് എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. 6 മാസം തികഞ്ഞ് പ്രസവിച്ച എൻ്റെ പെണ്ണിൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞായിട്ട് ഞാൻ സ്വീകരിക്കൂല. ഇതങ്ങ് പറഞ്ഞപ്പോൾ മഹാനായ ഇബ്നു അബീ ശുറൈഹ് എന്നവര് ആത്മരോഷം പൂണ്ടുകൊണ്ട് പറഞ്ഞു, ഹാദൽ ഗസ്വ്, ഇവിടെ തന്നെയാണ് യുദ്ധം എന്ന് പറഞ്ഞ് സല്ല അൻ ഹുസൈഫ തന്റെ വാളെടുത്തിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസും ശറഇന്റെ നിയമവും ഇതാണ് എന്ന് നിന്നോട് ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇത് എനിക്ക് പറ്റില്ല എന്ന് നീ പറയാൻ നീ ഇത്രക്ക് ധിക്കാരിയാണോ എന്ന് ചോദിച്ച് വാളെടുത്ത് വന്നപ്പോഴാണ് മഹാനായ ഇബ്നു അഹ്മദ് അൽ ബൽഖി തങ്ങളടക്കമുള്ള ആളുകൾ സദസ്സിലുണ്ട്. ഞങ്ങൾ എഴുന്നേറ്റ് ശൈഖിനെ പിടിച്ചു വെച്ചു. ഇബ്നു അബീ ശുറൈഹ് തങ്ങളെ, ജാഹിലായ മനുഷ്യനാണ് ഇയാൾ, പറയേണ്ടത് എന്താന്ന് അറിയാത്ത ആളല്ലേ, അയാൾ ഈ പറഞ്ഞതിന് നിങ്ങൾ അയാളെ ഒന്നും ചെയ്തേക്കരുത് എന്ന് പറഞ്ഞ് അവിടെ സുൽഹുണ്ടാക്കി പിടിച്ചു വെച്ചു. ഇല്ലെങ്കിൽ മഹാനായ ഇബ്നു അബീ ശുറൈഹ് എന്നവർ ആ മനുഷ്യനെ വേദനിപ്പിക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പറയുമ്പോൾ എനിക്കത് ബാധകമല്ല എന്ന് പറയേ. ശറ അങ്ങനെയാണ്. ബുദ്ധിക്ക് സ്ഥാനമില്ല എന്നാണോ പറഞ്ഞതിനർത്ഥം? അല്ല. ഇസ്ലാമിനെ പഠിക്കുമ്പോൾ, ഹദീസ് പഠിക്കുമ്പോൾ, ഖുർആൻ പഠിക്കുമ്പോൾ, പുണ്യനബിയുടെ നുബുവത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ബുദ്ധി ഉപയോഗിക്കണം, ചരിത്രം പഠിക്കണം, അഖലും മൻചുഖും ഉപയോഗിക്കണം. എന്നാൽ ഇത് അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹുവിന്റെ കലാം, റബ്ബിന്റെ കലാമാണ് ഖുർആൻ എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ സമഅൻ വതആ, പിന്നെ ആ വചനങ്ങളിൽ ചിന്തിക്കണം. ആ വചനങ്ങളെ നിരൂപിക്കുകയല്ല. സത്യമാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടം സമർപ്പണമാണ്, തസ്ലീമാണ്. ഇതാണ് ഒരു മുസ്ലിമിന്റെ